ഹലോ, വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ പേ ബാക്ക് പീരീഡ് ആണ്. ലെറ്റ്സ് ബിഗിൻ. സിമ്പിൾ പേ ബാക്ക് പീരീഡ്. എന്താണ് പേ ബാക്ക് പീരീഡ്? പേ ബാക്ക് പീരീഡ് മീൻസ് എ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ദാറ്റ് മെഷേഴ്സ് ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ ക്യാഷ് ഫ്ലോസ് ടു ഈക്വൽ ഇനിഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോ. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുമ്പം ഉള്ള ഇനിഷ്യൽ ഔട്ട് ഫ്ലോയിനെയും ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോസും ഈക്വൽ ആവാനായിട്ട് ആ ഒരു ഔട്ട് ഫ്ലോ ബ്രേക്ക് ഈവനായി നമുക്ക് കിട്ടാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ആൻ ഓർഗനൈസേഷൻ മേ സെറ്റ് എ ലിമിറ്റ് ഓൺ ഹൗ ലോങ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് ഷുഡ് ടേക്ക് ടു ബ്രേക്ക് ഈവൻ. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് പ്രൊജക്റ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് 5 years ആണെന്ന് വെച്ചു. പക്ഷേ നമ്മൾ ആ ഒരു മാനേജ്മെൻറ്റ് ആ 5 yearsൽ 3 yearsനുള്ളിൽ പേ ബാക്ക് കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും. അവർ വെച്ചേക്കുന്ന ലിമിറ്റ് 3 years ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് പേ ബാക്ക് കിട്ടാൻ 3 yearsനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റുമായിട്ട് പ്രൊസീഡ് ചെയ്യും. 3 yearsനേക്കാളും കൂടുതലാണ് അതിൻ്റെ പേ ബാക്ക് പീരീഡ് എങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഉള്ള ഇനിഷ്യൽ ഔട്ട് ഫ്ലോയിൽ നിന്ന് പിന്നെ ആ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുള്ള ഇൻഫ്ലോസ് കിട്ടുമ്പോൾ ആ ഇനിഷ്യൽ ഔട്ട് ഫ്ലോയിനെ ബ്രേക്ക് ഈവൻ ആവാൻ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. എത്ര നാൾ കൊണ്ട് നമുക്കത് ബ്രേക്ക് ഈവൻ ആവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പേ ബാക്ക് പീരീഡ്. നമ്മൾ if the payback period for a project is shorter than the set limit, the project will be selected. അതുപോലെ തന്നെ നമുക്കിപ്പം മോർ ദാൻ വൺ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ 2 or more projects ഉള്ളപ്പം ദ പ്രൊജക്ട് വിത്ത് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ആയിരിക്കും നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക. കാരണം ഏതൊരു മാനേജ്മെൻറ്റിനും നമ്മൾ മുടക്കിയ മുതൽ എത്രയും വേഗം തിരിച്ചു കിട്ടുക എന്നുള്ളതാണല്ലോ. നമുക്ക് മുടക്കിയ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നാൾ കൊണ്ട് എത്ര ഷോർട്ട് പീരീഡിൽ നമുക്കത് തിരിച്ചു പിടിക്കാവോ അതാണ് നമുക്ക് എപ്പോഴും ബെനിഫിഷ്യൽ. അത് വെച്ചാണ് അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ദ പ്രൊജക്ട് വിത്ത് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ആയിരിക്കും നമ്മളെന്നും സെലക്ട് ചെയ്യുക. പേ ബാക്ക് പീരീഡിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കൊരു പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒന്ന് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസും ടൈമിംഗ് ഓഫ് ദ ക്യാഷ് ഫ്ലോസും ആയിരിക്കും. നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോഴേക്ക് അതിനുള്ള ക്യാഷ് ഫ്ലോസും അതെന്ന് കിട്ടി എന്നുള്ള ടൈമിങ്ങുമാണ് നമുക്ക് ഏറ്റവും വേഗം വേണ്ടത്. അതുപോലെ തന്നെ ആ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണോ അതോ ഇറഗുലർ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ പേ ബാക്ക് പീരീഡിനകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അസംഷൻ ഉണ്ട്. ആ ഒരു അസംഷനാണ് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ഇറ്റ്സ് ത്രൂ ഔട്ട് ദി ഇയർ ആണ്. എന്ന് വെച്ചാൽ ഒരു ഇയർ ബിഗിനിങ് കിട്ടിയാലും ഇയറിൻ്റെ ഇടയ്ക്ക് കിട്ടിയാലും നമുക്ക് ആ ഇയറിൽ കിട്ടി എന്നായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോസിനെ ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോസ്. ആനുവൽ കോൺസ്റ്റന്റ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഒരു ഔട്ട്ഫ്ലോ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രൊജക്റ്റ് തുടങ്ങി, അതിൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയേക്കുന്നത് -250,000 ആണ്. ഇതാണ് ക്യാഷ് ഔട്ട് ഫ്ലോ. മൈനസ് എന്ന് പറയാൻ ഔട്ട് ഫ്ലോ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊജക്റ്റിന് കിട്ടുന്ന ഇൻഫ്ലോസ് 30,000 പെർ ഇയർ കോൺസ്റ്റന്റ് ആണ്. എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നത് 30,000 പെർ ഇയർ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേ ബാക്ക് പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 250,000 ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോസ്. ആനുവൽ ക്യാഷ് ഫ്ലോസ് എത്രയാണ്? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡയറക്ട്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാം 30,000 ആയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ 250,000 ഡിവൈഡഡ് ബൈ 30,000 ഇസ് ഈക്വൽ ടു 8.33 years. ദാറ്റ് ഈസ് 8 years ആയിരിക്കും ആ പ്രൊജക്ട്. 8 years and 3 months. ഈ 3 എന്ന് പറയുന്നത് മന്ത്സ് ആണ്. 8 years and 3 months ആയിരിക്കും ആ പ്രൊജക്ടിന്റെ പേ ബാക്ക് പീരീഡ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോസ് ഉള്ളപ്പോൾ. കോൺസ്റ്റന്റ് അല്ലാത്ത ക്യാഷ് ഫ്ലോസ് ഉള്ളപ്പോഴേക്കും അൺഈവൻ ക്യാഷ് ഫ്ലോസിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിനെ എക്സ്പ്ലെയിൻ. ഇപ്പോൾ അൺഈവൻ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോഴേക്ക് കണ്ടോ, ഫസ്റ്റ് ഇയറിലുള്ള ഇൻഫ്ലോ 160,000 ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ അത് വന്നപ്പോൾ 180,000 ആയി. തേർഡ് ഇയറിൽ 140,000. അങ്ങനെ അൺഈവൻ ആയിട്ടായിരിക്കും ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ത്രൂ ഔട്ട് ദി ഇയർ കിട്ടിയേക്കുന്നതാണ്. ത്രൂ ഔട്ട് ദി ഇയർ കിട്ടുമ്പോഴേക്കും നമുക്ക് അതിനെ കറക്റ്റ് ഇയറിലും മന്തിലും നമുക്ക് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇത് കിട്ടിയേക്കുന്ന എൻഡ് ഓഫ് ദി ഇയർ മാത്രമായിരിക്കും, അല്ല ഈ ബിഗിനിങ്ങിൽ ഒന്നും കിട്ടിയിട്ടുണ്ടാവും, അല്ല നമുക്ക് ഇനിഷ്യലി കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ മിഡ് ഓഫ് ദി ഇയറും കിട്ടിയിട്ടുണ്ടാവും. ബട്ട് വി കൺസിഡർ ഈ ഇൻഫ്ലോസ് ആ ഒരു ഫുൾ ഇയറിൽ തന്നെ കിട്ടിയേക്കുന്നതായിരിക്കും എന്നാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും ക്യാഷ് ഫ്ലോസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അൺഈവൻ ക്യാഷ് ഫ്ലോസ് ആകുമ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. നമുക്ക് കിട്ടിയേക്കുന്ന ഇനിഷ്യൽ ഔട്ട്ഫ്ലോ ആണ് ഇത് ഔട്ട്ഫ്ലോ ആൻഡ് ദീസ് ആർ ദ ഇൻഫ്ലോസ്. ഈ ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ദീസ് ആർ ദ ക്യാഷ് ഇൻഫ്ലോസ്.
അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതിന് ഈ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇയേഴ്സ് 0, 1, 2, 3 ഇയേഴ്സ്, അതിൻ്റെ നമ്മൾ ക്യാഷ് ഫ്ലോ ഇങ്ങനെ എഴുതി. നമ്മൾ അൺഈവൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഉപയോഗിക്കുമ്പോഴേക്ക് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ മെത്തേഡ്? നമ്മൾ ഇയർ 1 നമുക്ക് കിട്ടിയ ഔട്ട്ഫ്ലോ 250,000, ഇയർ 0 നമുക്ക് കിട്ടിയ ഔട്ട്ഫ്ലോ 250,000. ഇയർ 1 വരുമ്പോഴേക്ക് ക്യുമുലേറ്റീവ് ആണ്, എന്ന് വെച്ചാൽ ഈ 250,000 160 നമുക്ക് ഇൻഫ്ലോ വന്നു. സോ മിച്ചം എത്രയാണ്? -90,000 ആണ് മിച്ചം. ഈ 250,000 മൈനസ്, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ഫിഗറിലായതുകൊണ്ട് 250,000 പ്ലസ് 160 യു ഗെറ്റ് 90,000 നെഗറ്റീവ്. ഇത് സ്റ്റിൽ ആൻ ഔട്ട്ഫ്ലോ ആണ് ഇയർ 1. ഇയർ 2 വരുമ്പോൾ 180,000. ഇത് 90,000നെ 180,000 കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പിന്നെ 90,000 ആയി. സോ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ബ്രേക്ക് ഈവൻ ആകുമ്പോൾ, ഔട്ട്ഫ്ലോ ഈക്വൽ ടു ഇൻഫ്ലോ. ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് എപ്പോഴും 0 വന്നിട്ടുണ്ട്. ആ 0നെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ 90,000 വന്നു. ആ 90,000 പോസിറ്റീവ് ഫിഗർ ആവും, ഓൾറെഡി ബ്രേക്ക് ഈവൻ ആയി. സോ ഇൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ എപ്പോഴോ ഇതൊരു ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ എപ്പോഴോ ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ഈവൻ എക്സാക്ട് പോയിന്റ് അറിയാൻ വേണ്ടി നമ്മൾ പേ ബാക്ക് കണ്ടുപിടിക്കുന്നത് പേ ബാക്ക് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഈ 90,000 ഡിവൈഡഡ് ബൈ ഈ 180,000 നിന്നാണല്ലോ നമുക്ക് പേ ബാക്ക് ആയത്, ബ്രേക്ക് ഈവൻ ആയത്. അപ്പോൾ 90,000 ഡിവൈഡഡ് ബൈ 180,000, 90,000 ഡിവൈഡഡ് ബൈ 180,000 അത് ചെയ്യുമ്പോഴേക്ക് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു 1.5 ഇയേഴ്സ്. ഈ ഒരു 1 ഇയർ ആൻഡ് 5 months കഴിഞ്ഞപ്പോഴേക്കാണ് പേ ബാക്ക് കിട്ടി ബ്രേക്ക് ഈവൻ ആയത്. ഇതിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേ ബാക്ക് പീരീഡും അൺഈവൻ ആയിട്ടുള്ളതും ഈവൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വെച്ചുള്ള പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്